ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കണ്ണേട്ടന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് റെഡിയായി കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ റെഡിയായി ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര റഷായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല കാഴ്ചകളിലൊന്നാണ് ഈ പട്ടം പറത്തുന്നത്. നല്ല രസമുണ്ട്. എല്ലാം ഇങ്ങനെ മേളിൽ ചെന്നിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് ഭയങ്കര രസമായിരുന്നു. താഴെ ഇറങ്ങിയതിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങളിങ്ങനെ കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുറേ ഗാർഡ്സൊക്കെ വന്ന് പറഞ്ഞു ഒത്തിരി ദൂരോട്ട് പോകരുത്, കാരണം നന്നായിട്ട് തിര അടിച്ച് വരുന്നുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ബാക്കിലോട്ട് നീങ്ങിട്ടൊന്നും തിര വന്നില്ല. കുറേ നേരം നിന്നിട്ടാണ് തിര വന്നത്. എന്തായാലും ഞങ്ങൾ കാല് നനച്ചിട്ട് പിന്നെ തിരിച്ച് കയറിയുള്ളൂ. പിന്നെ അവിടെ സ്നേഹിതയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഒരു അവയർനെസ് ക്യാമ്പയിൻ ആയിരുന്നു അത്. ശരിക്കും അത് നല്ലൊരു ഇതായിരുന്നു. ആ കുട്ടികളെ നല്ലതുപോലെ അത് അവതരിപ്പിച്ചു. ഒത്തിരി നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഒത്തിരി ഫീലാവുന്ന രീതിക്ക്, കാരണം സ്ത്രീ സുരക്ഷ തന്നെയാണ് അവരതിൽ മെയിനായിട്ട് പറഞ്ഞത്. മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഒരു കവിതയാണ് അവരവിടെ വിഷ്വലൈസ് ചെയ്തത്. അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ മെയിൻ പരിപാടിയിലോട്ട് വന്നത്, അതായത് ഫുഡടി. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഐസ്ക്രീം മേടിച്ചു തന്നു. ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ച്. അമ്മയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മയ്ക്ക് മറ്റേ ഈ സദനക്കടയിലേക്ക് ഇട്ടുള്ള അത് മേടിച്ചു കൊടുത്തു. അതമ്മ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്കും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചു. കുഞ്ഞിപ്പെണ്ണ് അത് വാരി കഴിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ ആ കടല മാത്രം കഴിച്ചിട്ടാട്ടോ നിന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടിച്ച് അവൾ ഇതൊരു കളിയാക്കി അങ്ങെടുത്തു, കാലിൽ മണൽ വാരിയിടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്രിങ് പൊട്ടറ്റോ കഴിച്ചു. അത് ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു. കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ അവിടെ നിന്ന്.